നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 5-ാം തിരുവചനം. ലോകം മുഴുവനിലുമുള്ള സകല ജനപഥങ്ങൾക്ക് വേണ്ടിയും ഒരു മനുഷ്യന് വേദനിക്കാവുന്ന എല്ലാ തലങ്ങളിലും സ്വയം വേദന ഏറ്റെടുത്ത ക്രിസ്തുനാഥന്റെ കുരിശിന്റെ പിന്നാലെയുള്ള യാത്രയിലാണല്ലോ നാം. ശരീരത്തിൽ വേദന ഏറ്റെടുത്ത് ശാരീരിക തലത്തിലും, നിന്ന അപമാനങ്ങളും കുറ്റാരോപണങ്ങളും ഏറ്റെടുത്ത മാനസിക തലത്തിലും, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ഏകനായി സാമൂഹിക തലത്തിലും, ദൈവം പോലും കൈവിട്ടോ എന്ന ചിന്തയിൽ ആത്മീയ തലത്തിലും അവിടുന്ന് സഹിച്ചു. സജീവനായ ദൈവം എനിക്ക് വേണ്ടി, എന്നെ സ്നേഹിക്കാൻ വേണ്ടി, എന്നെ രക്ഷിക്കാൻ വേണ്ടി, എന്നെ ചേർത്ത് നിർത്താൻ വേണ്ടി ഈ ലോകത്തിൽ എനിക്ക് ഏൽക്കേണ്ടി വരുന്ന, ഞാൻ കടന്നു പോകാൻ സാധ്യതയുള്ള എല്ലാ സാഹചര്യങ്ങളിലൂടെയും കടന്നുപോയി എന്നെ സ്വന്തമാക്കിയവനെ തിരിച്ചറിഞ്ഞ് കണ്ണിമയ്ക്കാതെ കാത്തിരിക്കുന്നവനെ തേടിയുള്ള തിരിച്ചു നടക്കലാക്കി ഈ നോമ്പുകാലത്തെ നമുക്ക് മാറ്റാം. ഓർക്കുക, അവിടുന്ന് എപ്പോഴും നിന്നെ തേടുന്നു, നിനക്കായി കാത്തിരിക്കുന്നു.